എൻ്റെ പേര് ജോസി. ഞാൻ എരുമേലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മെയ് 14, 2022. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് പേരെ പോലെ തന്നെ OET ആണ്. OET എഴുതി ഒരു 3-4 വട്ടം എഴുതി മടുത്ത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം ചോദ്യം കേട്ടു, എന്നു പോകും, പരീക്ഷ ജയിച്ചോ, എന്തായി എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് നോക്കി OET എഴുതാൻ എന്തെങ്കിലും എക്സാം അല്ല പ്രെയർ ഉണ്ടോ എന്ന്. ആ ടൈമിൽ അതിലേക്കൊരു സാക്ഷ്യം വന്നു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ആ കുട്ടി പറയുന്നുണ്ട്, എന്നെപ്പോലെ തന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ OET എഴുതി മടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പാലിച്ച് OET പാസ്സായി അയർലൻഡിലേക്ക് പോയ സാക്ഷ്യമായിരുന്നു അത്. അത് കണ്ടിട്ട് ഞാൻ അതിൽ തന്നെ പിന്നെയും പറയുന്നുണ്ട്, മാതാവിനെ കണ്ടു, മാതാവിൻ്റെ ആ ഒരു പ്രസൻസ് അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല ആദ്യം. കാരണം ഞാൻ അറിയുന്ന ദൈവം അതെങ്ങനെ മുന്നിൽ കാണാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരു സംശയമായി. അങ്ങനെ ഞാൻ വീണ്ടും കുറേ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്കൊരു ആലോചന വന്നു, ഞാനും ഉടമ്പടി എടുക്കാമെന്ന്. ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തത്. അപ്പം അവിടെ വെച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും എൻ്റെ മനസ്സിലൊരു ഡൗട്ട് വന്നു, ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ തന്നെ തീരുമാനിച്ചു, ഇല്ല, ഞാൻ ഡയറക്റ്റായിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ എൻ്റെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. പിന്നീട് പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് OET എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. OET എക്സാമിൻ്റെ ഡേറ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. എന്താകും എന്ന് എല്ലാം ഞാൻ മാതാവിൽ ഏൽപ്പിച്ചു. ഡെയിലി ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി, ബൈബിള് വായിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതചര്യ എന്ന് പറയുന്ന എല്ലാം ഞാൻ ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഞാൻ എക്സാം എഴുതി. എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, എനിക്കിനി എഴുതാനായിട്ട് ആ ഹോളിൽ തന്നെ പോകാനായിട്ട് എൻ്റെ ദൈവമേ എന്നെ അനുവദിക്കല്ലേ എന്ന്. ഞാൻ ഒരു പേപ്പറിൽ ഈ കാര്യം എഴുതിയിട്ട് ഞാൻ വലിച്ചു കീറി കളഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, പത്രമൊക്കെ ഒരുപാട് എത്തിക്കുമായിരുന്നു എല്ലാവരിലേക്കും. എന്നിട്ട് OET എക്സാമിൻ്റെ ഹാളിൽ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ എക്സാം എഴുതിയിട്ട് എൻ്റെ കാശുരൂപം വെച്ചിട്ട് ഓരോ പാരഗ്രാഫിലും വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ന്യൂസിലാൻഡ് സ്കോർ കിട്ടിയ സമയത്ത് അത് കഴിഞ്ഞ് എനിക്കതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങണം. പ്രോസസ്സിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിയെ ഞാൻ സമീപിച്ചു. അവരെന്നോട് പറഞ്ഞു ഓൾമോസ്റ്റ് 15 ലക്ഷമാകുമെന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ സേവിങ്സ് ആയിട്ട് ഒരു 5 പൈസ ഇല്ല. ഞാൻ മാതാവിനോട് പിന്നെയും പറഞ്ഞു, നിന്നെ മുന്നിൽ കണ്ടിട്ട് ഞാൻ ഈ പ്രോസസ്സിങ് തുടങ്ങുന്നതെന്ന്. അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടുന്ന പൈസ എല്ലാം എൻ്റെ മാതാവ് എങ്ങനെയൊക്കെയോ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏജൻസിയിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു, 3.5 lakhs ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 6 month മെച്യൂരിറ്റി ഉള്ളത് വേണമെന്ന്. ഞാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 3.5 lakhs ഇട്ടിട്ട് വെറും 1 മാസമേ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് വന്ന ഒരു ക്യാപ്പിൻ്റെ കോഴ്സിൻ്റെ ഓഫർ ലെറ്റർ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പായി. എനിക്ക് മെച്യൂരിറ്റി കാണിക്കാൻ പറ്റണില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് ഡിപ്രസ്ഡായി. പക്ഷേ എൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഞാൻ പിന്നെയും കൂട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, എല്ലാം ഫുൾ സ്റ്റോപ്പായി. പിന്നെയും ഞാൻ 6 മാസം വെയിറ്റ് ചെയ്യണം എൻ്റെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് മെച്യൂരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മാതാവിനോട് രാവും പകലും ഇല്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് മെഴുകുതിരിയിൽ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞതിൻ്റെ 1 week ഡിഫറൻസിൽ എനിക്ക് പിന്നെയും എൻ്റെ ഏജൻസിയിൽ നിന്ന് കോള് വന്നു. അവർ പറയുക, ഒരു സ്പോൺസർഷിപ്പ് വിസയുണ്ട്, പക്ഷെങ്കിൽ അത് നീ ചൂസ് ചെയ്യുവാണെന്ന് വരില്ല, 3 stage ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് കുറച്ച് കഷ്ടമായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാണ്, എനിക്ക് പോയാൽ മതി, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അവരെനിക്ക് എല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രോസസ്സിങ് തുടങ്ങി. വിതിൻ 1 week ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് 16 പേര് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ബാലൻസ് 2 ഇൻ്റർവ്യൂവും കഴിഞ്ഞ് ടോട്ടൽ 3 ഇൻ്റർവ്യൂ. ആ 3 ഇൻ്റർവ്യൂവിനും ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ ശക്തമായി
കൃത്യമായിട്ട് പിടിക്കുമായിരുന്നു. എനിക്കൊരു പ്രിപ്പറേഷനുമില്ല, ഒന്നുമില്ല. 3 ഇൻ്റർവ്യൂവിൽ 16 പേര് അറ്റൻഡ് ചെയ്തതിൽ 3 പേരെ മാത്രം സെലക്ട് ചെയ്തു. അതിൽ 1 ഞാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ പ്രോസസ്സിങ് പിന്നെയും ആരംഭിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് വിസ വരാനായിട്ട് കുറച്ച് ഡിലേ ആയി. വിസ വരാൻ ഡിലേ ആയപ്പോൾ എനിക്ക് പിന്നെയും പേടിയായി, എന്തായി, ഫുൾ സ്റ്റോപ്പായോ വീണ്ടും എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു, അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് കാശ് രൂപം പ്രാർത്ഥിച്ചു തന്നു. ഞാൻ ആ കാശ് രൂപം എടുത്തിട്ട് പോയി എൻ്റെ പാസ്പോർട്ടിൽ വെച്ചു. പാസ്പോർട്ടിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിസ അപ്രൂവായി വന്നു. ഞാൻ ഇവിടുന്ന് ന്യൂസിലാൻഡിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആദ്യം കുറച്ച് പാടായിരുന്നു. ക്യാപ്പിൻ്റെ കോഴ്സ് ചെയ്യണം. ക്യാപ്പിൻ്റെ കോഴ്സിൽ നമുക്കെന്ന് പറയുമ്പം ഒരു പ്രിസെപ്റ്ററും ഒരു ട്യൂട്ടറും ഉണ്ടായിരിക്കും. എൻ്റെ കൂടെ എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന വേറെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ആ ട്യൂട്ടർ എന്ന് പറയുമ്പോൾ എനിക്കൊരാളും അവർക്ക് 2 പേർക്കും വേറൊരാളുമായിരുന്നു. എൻ്റെ ട്യൂട്ടറിന് എൻ്റെ അസസ്മെൻറ്റും അസൈൻമെൻറ്റും എല്ലാം വേറൊരിടത്ത് പ്രസൻറ്റേഷൻ ചെയ്യണം. അപ്പം ഞാൻ എന്തെഴുതി അവർക്ക് കോമ്പിറ്റൻസി കൊടുത്താലും അവരെന്നോട് പറയും, നീ വീണ്ടും കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറയും. എൻ്റെ മാക്സിമം ചെയ്തു. എൻ്റെ കൂടെയുള്ളവർ 2 ലൈനിൽ സബ്മിറ്റ് ചെയ്യുന്നത് ഞാൻ കെയർ പ്ലാൻ എഴുതുന്ന പോലെ 2ഉം 3ഉം പേജ് എഴുതി സബ്മിറ്റ് ചെയ്തു. എന്നിട്ടും അവരത് അംഗീകരിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പാനിക് അറ്റാക്ക് വന്നു. ഞാൻ എൻ്റെ പുസ്തകങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. എനിക്ക് വയ്യ ദൈവമേ, ഞാൻ തിരിച്ചു പോകുവാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ലാസ്റ്റത്തെ കറക്ഷൻ കിട്ടുന്ന ദിവസം അവർ പിന്നെയും എന്നോട് പറഞ്ഞു, നീ ചെയ്തിരിക്കുന്നതിൽ ഇനിയും കറക്ഷൻ ഉണ്ടെന്ന്. പക്ഷേ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടെ തെറ്റെന്നോ ആർക്കും മനസ്സിലാകില്ല. അത്രമാത്രം ഭംഗിയായിട്ടാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്കിനിയും പറ്റത്തില്ല, നീ ഒരു വഴി കാണിക്കും മാതാവേന്നും പറഞ്ഞ് ഞാൻ 2 തിരിയും കത്തിച്ച് വെച്ച് നട്ടുച്ചയ്ക്ക് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ഇമെയിലിലേക്കൊരു ഇമെയിൽ വരികയാണ്. എനിക്ക് എൻ്റെ ട്യൂട്ടർ അയച്ചിരിക്കുക, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എൻ്റെ ഫോണിൽ വിളിക്കുക, ഞാൻ നിനക്ക് കറക്ഷൻ തരാമെന്ന്. ഞാൻ അവരെ കോൾ ചെയ്തു. അവരെനിക്ക് പറഞ്ഞു തന്നു. അതായിരുന്നു എൻ്റെ ലാസ്റ്റ് കറക്ഷൻ. ഞാൻ ക്യാപ്പ് കോഴ്സ് പൂർത്തിയായി. വിതിൻ 3 ദിവസത്തിനുള്ളിൽ എൻ്റെ അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ APC എനിക്ക് കിട്ടി. എൻ്റെ കൂടെ ചെയ്ത 2 പേർക്കും കിട്ടിയത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ഞാൻ ഈ ക്യാപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് ജോലിയും കിട്ടിയിരുന്നു. വിതിൻ 1 വീക്കിനുള്ളിൽ ആ വിസയും എനിക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. എൻ്റെ കൂടെയുള്ളവർക്ക് കിട്ടിയത് 3 മാസം കഴിഞ്ഞിട്ടാണ് ജോബ് കിട്ടുന്നത്. ഞാൻ അവിടെ പുതിയ ഫെസിലിറ്റിയിൽ പോയി. അവിടെ നന്നായിട്ടെല്ലാം ചെയ്തു വരികയായിരുന്നു. ജോലിയൊന്നും കുഴപ്പമില്ലായിരുന്നു. കാശ് രൂപം പിടിച്ചിട്ട് മാത്രമേ എന്നും പോകത്തുള്ളൂ. അതിൻ്റെ കൂടെ ഉപ്പ് ഞാൻ എടുത്തിട്ട് പോയിട്ട് എന്നും ആരും ചവിട്ടാത്ത പ്ലേസിൽ വിതറിയിട്ട് പ്രാർത്ഥിക്കും, ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത്, എനിക്കും ഒരു പ്രോബ്ലം ഉണ്ടാകരുതെന്ന്. കാരണം ഞാൻ നിൽക്കുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. അത് കഴിഞ്ഞ് എല്ലാം ഭംഗിയായി പോകുന്ന സമയത്ത് എനിക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഒരു മനുഷ്യനില്ല, എല്ലാവരും ഫിലിപ്പിനോസും അങ്ങനെയുള്ളവരൊക്കെയാണ്, മറ്റ് രാജ്യക്കാരാണ്. എനിക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു കൂട്ടിന് ഒരാളെയെങ്കിലും ഇന്ത്യയിൽ നിന്ന് മതി, എനിക്ക് മലയാളി ഒന്നും വേണ്ട, ഒരു ഇന്ത്യയിൽ നിന്ന് ആരെയെങ്കിലും ഒന്ന് തന്നാൽ മതി എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഒന്ന് ചോദിച്ചതിന് മാതാവ് എനിക്ക് 5 മലയാളി നഴ്സുമാരെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് തന്നു. അത് കഴിഞ്ഞും എല്ലാം നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം 40 അവേഴ്സ് എന്നുള്ളത് കട്ട് ചെയ്ത് 32 അവേഴ്സ് എന്നാക്കി കുറച്ചു. 5 ദിവസം ജോലിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ട് അടുത്തടുത്ത് ജോലി നോക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയി. പുതിയ ഇടത്ത് ജോലി ചെയ്തെടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് ഉപ്പ് വെതറി വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് പുതിയ സ്ഥലത്ത് നിന്ന്. അങ്ങനെ പുതിയ ജോലിക്ക് കയറി. ഇപ്പോൾ എനിക്ക് പെർമനൻറ്റ് റെസിഡൻസി ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് 5 ദിവസം മുന്നേ കിട്ടി. ഇതിനിടയ്ക്ക് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ ലാംഗ്വേജിലും, എന്ന് വെച്ചാൽ തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം എല്ലാ ലാംഗ്വേജിലും പത്രം മേടിച്ചിട്ട് പോയിട്ട് വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ ഓൾഡ് ഏജ് ഹോംസ് വിസിറ്റ് ചെയ്യുമായിരുന്നു, ഓർഫണേജ് വിസിറ്റ് ചെയ്യുമായിരുന്നു. അവിടെ ഉള്ളവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാനും അത് എൻ്റെ കൈ കൊണ്ട് തന്നെ വിളമ്പി കൊടുക്കാനും
കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. പിന്നീട് ഞാൻ കാശ് രൂപം പ്രാർത്ഥിച്ച് എനിക്ക് മുന്നിൽ ആരൊക്കെ എനിക്ക് കൊടുക്കണം എന്ന് തോന്നുന്നവരുണ്ട്, ഒരു പ്രശ്നത്തിലെന്ന് തോന്നുന്നവർക്ക് ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ കൊടുക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ന്യൂസിലാൻഡിൽ പോയതിന് ശേഷം എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ഈ രോഗമാണ്, സഹായം വേണമെന്നും പറഞ്ഞ് വരുന്ന പോസ്റ്റുകൾക്ക് എനിക്കത് ജെന്യൂനായിട്ട് തോന്നുന്നതിന് എൻ്റെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത് കൊടുത്ത് സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ നിർത്തുന്നു. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. ജെസി ജോസ് എന്ന ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ജോലിയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു. OET തോൽവി തുടർന്നപ്പോഴാണ് ഏതെങ്കിലും ഒരു പ്രാർത്ഥന യൂട്യൂബിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കാം, മൊബൈലിൽ ഉണ്ടായിരിക്കുമെന്ന് നോക്കിയ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നോക്കിയപ്പോഴാണ് OET പല പ്രാവശ്യം തോറ്റ ഒരു മകൾ കൃപാസനം അൽത്താരയിൽ നിന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്ന ഒരു സാക്ഷ്യം ഈ മകൾ കേൾക്കാനിടയായത്. ഉടനെ വന്ന് ഉടമ്പടി എടുക്കുകയും തൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കൊരു പരിഹാരം പരിശുദ്ധ അമ്മ നൽകി. ഇന്ന് ഈ മകൾ നിൽക്കുന്നത് ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ. അതിനിടയിൽ തനിക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മ തരണം ചെയ്യാനും തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും ശാരീരിക അസ്വസ്ഥതകളെയും എല്ലാം പരിശുദ്ധ അമ്മ നീക്കിക്കൊടുത്തതും ഈശോ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നെല്ലാം ഈ മകൾ പറയുകയുണ്ടായി. കൃത്യമായ 3.5 ലക്ഷം രൂപയുടെ മെച്യൂരിറ്റി കാണിക്കാൻ സാധിക്കാതിരുന്ന സമയത്തൊക്കെയുള്ള സങ്കടം, ഇനി നിനക്ക് ജോലി കിട്ടുകയില്ല, അങ്ങനെയുള്ള ഒറ്റപ്പെടുത്തലുകൾ, അങ്ങനെയുള്ള കളിയാക്കലുകളെല്ലാം കേട്ട് ഇന്ന് ജോസി നിൽക്കുന്നത്, തലയുയർത്തി നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്കാണ്. ഈ മകൾക്ക് പറയാനുള്ളത്, പാനിക് അറ്റാക്ക് വന്ന സമയത്ത് പോലും പരിശുദ്ധ അമ്മയോടുള്ള ആ ദൃഢമായ ബന്ധം കൊണ്ടു നടക്കുവാനും അതിൽ നിന്ന് ഒട്ടും തന്നെ വ്യതിചലിക്കാതെ ഈശോ എനിക്ക് തരാനുള്ളത് തരുമെന്നുള്ളൊരു മറിച്ച് പ്രത്യാശയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 3 തരത്തിലാണ് നമ്മോട് പറയുന്നത്: 30 മേനി കൊയ്യുന്നതും, 60 മേനി കൊയ്തെടുക്കുന്നതും, 100 മേനിയാകുന്നതും. പ്രത്യാശയുള്ളവരാണ് 60 മേനി കൊയ്തെടുക്കുന്നതെന്ന് ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്. 60 മേനി എന്ന് പറയുന്നത് എനിക്ക് തരാനുള്ളത് ദൈവം ആ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അതിനു മുൻപും എനിക്കത് നൽകിയിരിക്കും. മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ എനിക്ക് സങ്കടമില്ല. മകളുടെ കണ്ണുകൾ മുൻപിൽ തന്നെ കാണുകയായിരുന്നു, മറ്റുള്ളവർക്കെല്ലാം ലഭിക്കുന്നു, എനിക്ക് മാത്രം കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ മകൾക്ക് ഉണ്ടായ ഒരു വ്യത്യസ്ത അനുഭവമാണ്. മറ്റുള്ളവർക്കൊന്നും ലഭിച്ചില്ല, പക്ഷേ എനിക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. മറ്റുള്ളവരെയെല്ലാം വിസ്മയിപ്പിക്കുന്നതാണ്, മറ്റുള്ളവരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ അൾത്താരയിൽ മക്കൾ ഏറ്റുപറയുന്നത്. മകൾ വളരെ ഒറ്റപ്പെട്ടൊരു സമയമാണ്. ഒരു ഇന്ത്യൻ പോലും ഇല്ലാതിരുന്ന ആ ഹോസ്റ്റലിൽ എനിക്കൊരു ഇന്ത്യക്കാരിയെങ്കിലും തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ 5 മലയാളികളെയാണ് കൂട്ടുകാരികളായി മകൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇന്ന് ന്യൂസിലാൻഡിൽ 40 അവേഴ്സ് ജോലി ചെയ്യേണ്ടിയിരുന്ന സമയത്ത് 32 അവറാക്കി പരിശുദ്ധ അമ്മ ജോലി സമയം ചുരുക്കി നല്ല കൂട്ടുകാരുടെ കൂടെ PR കൂടിയാണ് ഇന്ന് മകൾ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്നത്. നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഉടമ്പടി അങ്ങനെയാണ്. നാം വിശ്വസ്തരാണെന്ന് മാത്രം ഈശോയോട് ഏറ്റുപറയുക. ഞാൻ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരുമെന്ന് ഉള്ളൊരു പ്രഖ്യാപനം നടത്തിയാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളുടെ 99% പ്രശ്നങ്ങൾ തീരുകയായി. ഇനി അഥവാ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരും. ജോസിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.